നമസ്കാരം. 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നതും എന്നാൽ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതുമായ രണ്ട് സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഐഡിയ ഫോർജ് ടെക്നോളജി ലിമിറ്റഡ്. ഐഡിയ ഫോർജ് ടെക്നോളജി കഴിഞ്ഞ ദിവസം 0.4% ഇടിഞ്ഞ് 704 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. സ്റ്റോക്ക് അതിന്റെ 52 വീക്ക് ലോയ്ക്ക് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 52 വീക്ക് ലോ 696. 3000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി പ്രധാനമായും അൺമാൻഡ് എയർക്രാഫ്റ്റ് വെഹിക്കിൾസുകളും ഡ്രോൺസും മാനുഫാക്ചർ ചെയ്യുന്നു. മാപ്പിംഗ്, സെക്യൂരിറ്റി, സർവൈലൻസ് എന്നിവയ്ക്ക് ആവശ്യമായ ഡ്രോണുകളും അൺമാൻഡ് എയർക്രാഫ്റ്റ് വെഹിക്കിളുകളുമാണ് കമ്പനി പ്രധാനമായും മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതുകൂടാതെ വിവിധ ഡ്രോണുകൾക്ക് ആവശ്യമായ പേലോഡ്, ബാറ്ററി, ചാർജർ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നിവയും ഡ്രോണുകൾക്ക് ആവശ്യമായ ഓട്ടോ പൈലറ്റ് സബ്സിസ്റ്റം, ഓട്ടോണോമസ് ഫ്ലൈറ്റ് കംപ്ലീഷൻ സിസ്റ്റം തുടങ്ങിയ സോഫ്റ്റ്വെയർ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഡ്രോൺ സെഗ്മെന്റിലെ 2007 എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു കമ്പനിയാണ് ഐഡിയ ഫോർജ് ടെക്നോളജി ലിമിറ്റഡ് എന്ന കമ്പനി. കമ്പനിയുടെ വാല്യൂഷൻ 104, ROE 12.5, ROCE 14.7, 52 വീക്ക് ഹൈ 1344. സ്റ്റോക്ക് ഹിസ്റ്റോറിക് ലോ വാല്യൂഷൻ അടുത്ത് ട്രേഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇപ്രാവശ്യം ക്വാർട്ടർലി റിസൾട്ടിൽ മികച്ച പെർഫോമൻസ് കമ്പനി കാഴ്ചവെക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം 8 കോടി രൂപയുടെ സെയിൽസ് നടത്തിയ കമ്പനിയുടെ ഈ ഡിസംബർ ക്വാർട്ടറിലെ സെയിൽസ് 91 കോടിയാണ്. ഓപ്പറേറ്റിംഗ് മാർജിൻ മൈനസിൽ നിന്നും 22% ഉയർത്താൻ സാധിച്ചു. നെറ്റ് പ്രോഫിറ്റ് 8 കോടി രൂപയുടെ ലോസിൽ നിന്നും 15 കോടിയിലേക്ക് കമ്പനി മെച്ചപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ സെപ്റ്റംബർ ക്വാർട്ടറിൽ 1 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു കമ്പനി നേടിയത്. അവിടെ നിന്നും പ്രോഫിറ്റ് 15 കോടിയിലേക്ക് കമ്പനിക്ക് മെച്ചപ്പെടുത്താനും സാധിച്ചു. ഇതോടൊപ്പം തന്നെ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. ഐഡിയ ഫോർജ് ടെക്നോളജി ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റിൽ തുടരുന്ന അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്റ്റോക്ക് അല്ല. കാരണം ഈ കമ്പനി ഒരു സ്റ്റാർട്ടപ്പ് ബേസ്ഡ് ഫോർമാറ്റിലുള്ള കമ്പനിയാണ്. അതുകൊണ്ട് വരും വർഷങ്ങളിൽ അത്ര കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിട്ടേൺ പ്രതീക്ഷിക്കേണ്ട ആവശ്യവുമില്ല. അതേസമയം ഈ സ്റ്റോക്ക് വരും സമയങ്ങളിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഉയർന്ന രീതിയിലുള്ള റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കമ്പനിയുടെ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 137%, 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 62%, 3 വർഷത്തെ ROE 14%-അടുത്തുമാണ്. 590 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 14 കോടി രൂപയുടെ കടം മാത്രമാണുള്ളത്. പ്രൊമോട്ടേഴ്സിന് 29.3%, FISന് 3.46%, DISന് 6.39%, പബ്ലിക്കിന് 60.8% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. FISന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറവാണ്. അതൊരു പ്രധാന ഡീമെറിറ്റ് തന്നെയാണ്. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർന്നതാണ്. അതേസമയം FIS സ്റ്റേക്ക് ഹോൾഡിംഗ് 2.7 നിന്നും 3.4% ഉയർത്തുകയും ചെയ്തു. സ്റ്റാർട്ടപ്പ് ബേസ്ഡ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് സ്റ്റേജിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉയർന്ന റിസ്ക് ആണ്. അതുകൊണ്ട് വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഈ കമ്പനി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി സക്സസ് ആയി തുടരുകയാണെങ്കിൽ നമ്മൾക്ക് മികച്ച രീതിയിലുള്ള റിട്ടേൺ ലഭിക്കുന്നു. രണ്ടാമത്തെ സ്റ്റോക്ക് ബജാജ് ഫിനാൻസ്. ബജാജ് ഫിനാൻസ് കഴിഞ്ഞ ദിവസം 3.24% ഇടിഞ്ഞ് 6626 ക്ലോസിംഗ് നൽകി. 4.08 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 29.28, ഡിവിഡൻഡ് ഈൽഡ് 0.45%. ബജാജ് ഫിനാൻസിന്റെ 52 വീക്ക് ലോ 5485. സ്റ്റോക്ക് ഏകദേശം 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 8192 സ്റ്റോക്കിന്റെ 52 വീക്ക് ഹൈ. ബജാജ് ഫിനാൻസിന്റെ ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം സ്റ്റോക്ക് തുടർച്ചയായി ഇടിഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് 7000 എന്ന പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ട് നഷ്ടപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 15%-അടുത്ത് നെഗറ്റീവ് റിട്ടേൺ ആണ് ബജാജ് ഫിനാൻസ് നൽകിയത്. ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന രണ്ടാമത്തെ പ്രധാന അപ്ഡേറ്റ്, ബജാജ് ഫിനാൻസ് റെസിഡൻഷ്യൽ മോർട്ടേജ് ബാക്ക്ഡ് സെക്യൂരിറ്റി എന്ന ഡെപ്റ്റ് ക്ലാസ് ഇൻസ്ട്രുമെന്റിലേക്ക് കൂടി അവരുടെ ബിസിനസ് വ്യാപിപ്പിച്ചു എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ്. ഇതിനുവേണ്ടി RBMS ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ 7%-ഓളം സ്റ്റേക്കുകൾ ബജാജ് ഫിനാൻസ് അക്വയർ ചെയ്യുകയും ചെയ്തു. താരതമ്യേന റിസ്ക് കൂടിയ ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് റെസിഡൻഷ്യൽ മോർട്ടേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ്. 2008 ലേമാൻ ക്രൈസിസിലേക്കും ബാങ്കിംഗ് സിസ്റ്റം കൊളാപ്സ് ആകുന്നതിലും ഒരു നിർണായക റോള് വഹിച്ച ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് കൂടിയാണ് റെസിഡൻഷ്യൽ മോർട്ടേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ്. ഈ റെസിഡൻഷ്യൽ മോർട്ടേജ് ബാക്ക്ഡ് സെക്യൂരിറ്റി സെഗ്മെന്റിലേക്ക് കൂടി കമ്പനി എൻ്റർ ചെയ്തതും കമ്പനിയുടെ റിസ്ക് പോർട്ട്ഫോളിയോ ഉയർത്തിയതിന്റെയും പശ്ചാത്തലത്തിലാകാം കഴിഞ്ഞ ദിവസം നമ്മൾക്ക് സ്റ്റോക്കിൽ ഒരു നെഗറ്റീവ് റിയാക്ഷൻ കാണാൻ സാധിച്ചത്.
അതേസമയം ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് ഇപ്പോൾ അട്രാക്റ്റീവ് ലെവലിൽ ലഭ്യമാണ്. ഒട്ടുമിക്ക അനലിസ്റ്റുകളും സ്റ്റോക്കിനെ ഹോൾഡ് എന്നോ അല്ലെങ്കിൽ ആഡ് എന്നോ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് മുമ്പ് ബജാജ് ഫിനാൻസിന് റെഡ്യൂസ് എന്ന റേറ്റിംഗ് ആയിരുന്നു നൽകിയിരുന്നത്. അവിടെ നിന്നും റീസണബിൾ വാല്യൂഷനിലും റീസണബിൾ വിലയിലും ലഭിക്കുന്നതുകൊണ്ട് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ആഡ് എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും ഹയർ ലെവലിലുള്ള ടാർഗറ്റ് നൽകി. മോർഗൻ സ്റ്റാൻലി ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ അട്രാക്റ്റീവ് എന്ന റേറ്റിംഗ് നൽകുകയും 9,600 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ഗോൾഡ്മാൻ സാൻസ് 7,114 രൂപയുടെ ടാർഗറ്റ് നൽകി. ജെഫ്രീസ് ബൈ എന്ന റേറ്റിംഗും 9,400 രൂപയുടെ ടാർഗറ്റ് നൽകി. കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് 7,800 രൂപയുടെ ടാർഗറ്റ്, നൊമൂറ 8,800 രൂപയുടെ ടാർഗറ്റ്, CLSA 9,500 രൂപയുടെ ടാർഗറ്റ്, JP മോർഗൻ 8,500 രൂപയുടെ ടാർഗറ്റ്, മാക്വറി 8,100 രൂപയുടെ ടാർഗറ്റും JM ഫിനാൻഷ്യൽ 10,000 രൂപയുടെ ടാർഗറ്റുമാണ് ബജാജ് ഫിനാൻസിന് നൽകിയിരിക്കുന്നത്. ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ച് ഒരു പ്രധാന സപ്പോർട്ട് ലെവലായിരുന്നു 7,000 എന്ന ലെവൽ സ്റ്റോക്ക് മറികടക്കുകയും 6,608 അടുത്തേക്ക് എത്തുകയും ചെയ്തു. ഇവിടെ നിന്നും 6,000, 6,200 തുടങ്ങിയ ലെവലുകൾ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ ഇല്ലാത്തവർക്കും പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കും സ്റ്റാഗേർഡ് മാനറിൽ കറണ്ട് ലെവലിൽ നമുക്ക് ഈ സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. അതേസമയം സ്റ്റോക്ക് ആൾറെഡി ഹോൾഡ് ചെയ്യുന്നവർ സ്റ്റോക്ക് 5,500, 6,000 തുടങ്ങിയ സോണുകളിൽ എത്തുമ്പോൾ ആവറേജ് ചെയ്യാവുന്നതുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്